പാലക്കാട്ടേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. നിപ്പ ബാധിച്ച് മരിച്ച പാലക്കാട്ട് മണ്ണാർക്കാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടിക സർക്കാർ പുറത്തിറക്കി. 46 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ജനങ്ങൾ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത കാണിക്കണം. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. ജോർജും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ചേർന്നിട്ടുള്ള ഉന്നതതല യോഗം ഇന്ന് വൈകിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സമ്പർക്ക പട്ടിക പുറത്തുവിട്ടതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നിലവിൽ ജാഗ്രത പുലർത്തണമെന്നുള്ള വലിയ വിവരം കൂടി ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. അതായത് പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ എല്ലാ ആശുപത്രികളും, സർക്കാർ തുടങ്ങി താലൂക്ക്, സ്വകാര്യ ആശുപത്രികളിൽ എല്ലാവരും പോകുന്നത് വളരെ പരിമിതപ്പെടുത്തുന്നു. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശുപത്രിയിൽ പോകുക. കൂട്ടിരിപ്പുകാരും ഒപ്പം തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും രോഗികളും ഒക്കെ തന്നെ കർശനമായും മാസ്ക് ഉപയോഗിക്കുക. ഈ നിലവിൽ കോവിഡ് അത്തരത്തിൽ എന്തെങ്കിലും സംശയമോ കോവിഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടായാൽ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുമ്പോൾ കൂട്ടിരിപ്പുകാരായി ഒരുപാട് പേരെ കൊണ്ടുപോകരുത്. അതായത് സാധാരണ ആശുപത്രിയിൽ വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗികൾക്കൊപ്പം ഒരാൾ മാത്രം കൂട്ടിരിപ്പുകാരായി നിൽക്കുക. അങ്ങനെ ആശുപത്രിയിലെ ഇടപെടൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പോകുന്ന അത് പരമാവധി കുറയ്ക്കുക എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഇത് സംബന്ധിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇനിയൊരു അന്തിമ റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട്. സാധാരണഗതിയിലൊക്കെ തന്നെ നിപ്പ ബാധിച്ച് മരിക്കുമ്പോൾ പിന്നീട് അന്തിമ റിപ്പോർട്ടിനായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം കൂടി എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്ഥിരീകരണം 2 ദിവസത്തിനകം ലഭിക്കും. അതിനുശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ 57 മരിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ എത്തിയിട്ടുള്ള ആളുകളെ പൂർണ്ണമായും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഇത്രയും ആളുകൾ ഉണ്ട് എന്ന എണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇയാളുടെ റൂട്ട് മാപ്പ് എടുത്ത് അവരെയൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്യുക. അതിനുവേണ്ടി മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട ചികിത്സയും പരിരക്ഷയും നൽകാനുള്ള നടപടികൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ, അതായത് 543 പേരാണ് മൊത്തത്തിലാകെ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ അവസാനമായി ഈ ബാധിച്ച് മരിച്ച ആളുടെ പട്ടികയിലുള്ളത് 46 പേരാണുള്ളത്. മലപ്പുറം ജില്ലയിൽ 208 പേരും, പാലക്കാട് 219 പേരും, കോഴിക്കോട് 114 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 10 പേരാണ് ചികിത്സയിലുള്ളത്. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ആകെ 36 പേർ ഹയസ്റ്റ് റിസ്കിലുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പുറത്ത് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ 36 പേർ ഹയസ്റ്റ് റിസ്ക് ഇവർക്കുണ്ട്. അതിൽ 128 പേർ ഹൈ റിസ്ക് ആണ് എന്ന വിവരം കൂടിയാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം ആരോഗ്യ മന്ത്രാലയം, അതായത് സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. SKN. ഓക്കെ, മനീഷ് മഹിബാൽ.